നമസ്കാരം. വ്യവസായ സൗഹൃദ അന്തരീക്ഷം പൂർണ്ണമായുള്ള സംസ്ഥാനമായി കേരളം മാറണമെന്നത് എല്ലാവരുടെയും സ്വപ്നമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. കേരളത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷം രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ പിന്തുണയും നൽകുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെച്ചു. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി സാമൂഹിക വികസനം സാധ്യമാകുന്ന വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. എന്നാൽ ഇപ്പോൾ തെറ്റായ കണക്കുകൾ നിരത്തി ഏച്ചുകെട്ടിയ കാര്യങ്ങളാണ് സർക്കാർ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്ത് കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചുകെട്ടിയെന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒന്നാം കോവിഡ് മരണനിരക്ക് മറച്ചുവെച്ചുകൊണ്ട് PR ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടാണ് BBCയെ പോലും തെറ്റിദ്ധരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തെ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. 28,000 മരണങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചത്. ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഉണ്ടായ രണ്ടാമത്തെ സംസ്ഥാനമാണെന്ന് മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഏറ്റവും കോവിഡ് ബാധിച്ച രണ്ടാമത്തെ സംസ്ഥാനവും കേരളമാണ്. പിന്നീട് BBC തന്നെ അത് തിരുത്തി. ഇതിന് സമാനമാണ് വ്യാവസായിക വളർച്ച സംബന്ധിച്ച ഇപ്പോഴത്തെ അവകാശവാദങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തിയെന്നതാണ് സർക്കാരിന്റെ അവകാശവാദം. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ലോകബാങ്ക് നിർത്തലാക്കി. 3 വർഷം കൊണ്ട് 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി എന്നതാണ് അടുത്ത അവകാശവാദം. അങ്ങനെയെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൽ 2000 സംരംഭങ്ങളെങ്കിലും ഉണ്ടാകണം. 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപ മുതൽ മുടക്കിയാൽ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാകും. ഇത് രാജ്യത്തിന്റെ GDPയിലേക്കുള്ള സംസ്ഥാനത്തിന്റെ വിഹിതത്തിലും വർധനയുണ്ടാക്കും. എന്നാൽ രാജ്യത്തിന്റെ GDPയിലേക്കുള്ള സംസ്ഥാന വിഹിതം 2022-ലും 2023-ലും 3.8% തന്നെ മാറ്റമില്ലാതെ തുടരുകയാണെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ GDP വിഹിതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. 40 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതോടൊപ്പം വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ നടത്തുന്ന മുതൽ മുടക്കുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാനും GST രജിസ്ട്രേഷൻ നടത്തും. സർക്കാർ പറയുന്ന 3 ലക്ഷം സംരംഭങ്ങളിൽ GST രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത 50 സംരംഭങ്ങളുണ്ടെന്ന് കണക്കാക്കിയാൽ പോലും കുറഞ്ഞത് 1.5 ലക്ഷം പുതിയ GST രജിസ്ട്രേഷനുകളെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൽ ഈ കാലയളവിൽ 30,000-ഓളം പുതിയ GST രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ എത്ര എണ്ണം പൂട്ടി എന്ന കണക്ക് ലഭ്യമല്ല. സംസ്ഥാനത്തിന്റെ വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്ന ഏകജാലക സംവിധാനമായ K-SWIFT പ്രകാരം 1/1/2022 മുതൽ 1/2/2025 വരെ വെറും 64,528 MSMEകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. എന്നിട്ടും ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം എന്ന കണക്ക് സർക്കാർ പറഞ്ഞതെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ആ കണക്കിന്റെ ആധികാരികത എന്താണ്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം MSMEയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റമാണ്. കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ 2021 ജൂലൈയിൽ MSME എന്ന നിർവചനത്തിൽ പെടുത്തി. കേരള സർക്കാരിന്റെ 2024-ലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം സർക്കാർ അവകാശപ്പെടുന്ന വർധനയിൽ പകുതിയോളം വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ ടേബിൾ 4:4:4, അതായത് കേരളത്തിൽ ആരംഭിച്ച MSMEകൾ പ്രകാരം 2021-22 വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ 2022-23 മുതൽ MSMEകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022-23 ഇത്തരത്തിൽ 48,945-ഉം 2023-24 43,869 ഇത്തരത്തിലായിരുന്നു. അതായത് സർക്കാർ അവകാശപ്പെടുന്ന സംരംഭങ്ങളിൽ 40% കേന്ദ്ര സർക്കാരിന്റെ നിർവചനത്തിലെ മാറ്റം കൊണ്ടുവന്നതാണെന്ന് വ്യക്തമാണ്. കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ പുതിയ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അങ്ങനെയാണ് 64,528 സംരംഭങ്ങൾ എന്ന കണക്ക് വന്നത്. അപ്പോഴും 3 ലക്ഷത്തിന്റെ കാര്യം ആരും പറയുന്നില്ല എന്നുകൂടി വി ഡി സതീശൻ പറയുന്നു. 2019 ജൂലൈ 1 മുതൽ 2021 ഡിസംബർ 31 വരെയുള്ള കാലയളവുമായി താരതമ്യം ചെയ്യും പോലെ ജൂലൈ 1, 2021 മുതൽ ഡിസംബർ 31, 2023 വരെ 254% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായ ഒരു താരതമ്യമാണിത്. രണ്ടാം LDF സർക്കാരിന്റെ 3 വർഷ കാലയളവുകളിൽ ഉണ്ടായിട്ടുണ്ട വളർച്ച ഒന്നാം LDF സർക്കാരിന്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാലയളവിൽ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ മൂല്യം $170 കോടി ആണ്. അതേസമയം കർണാടകത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന്റെ മൂല്യം $1,590 കോടി, ഡൽഹിയിലേത് $1,130 കോടി, മഹാരാഷ്ട്രയിൽ $720 കോടി, തെലങ്കാനയിൽ $830 കോടി ആയിരുന്നു. ഇതാണ് സർക്കാർ പറയുന്ന സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം. ഇതിന് യാഥാർത്ഥ്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടത്തിലാകുന്നവയുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന് സർക്കാർ നിയമസഭയിൽ നൽകിയ ഉത്തരത്തിൽ നിന്നും വ്യക്തമാണ്. 2021-22 സംസ്ഥാനത്തെ 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നപ്പോൾ 2022-23 അത് വെറും 30-ഉം 2023-24 അത് 33-മായി ഉയർന്നു. സംസ്ഥാനത്തെ IT വികസനത്തിൽ അഭൂതപൂർവമായ വികസനം നടന്നു എന്നാണ് സർക്കാരിന്റെ മറ്റൊരു വാദം. 2012-13 ടെക്നോ പാർക്കിൽ 285 കമ്പനികൾ ഉണ്ടായിരുന്നത് 2015-16 UDF കാലത്ത് 390-ആയി ഉയർന്നു. അതായത് 37% വർധന. എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് ഇക്കണോമിക് റിവ്യൂ പ്രകാരം 2019-20 ടെക്നോ പാർക്കിൽ 450 കമ്പനികൾ ഉണ്ടായിരുന്നത് 2023-24 490-ആയി ഉയർന്നു. 5 വർഷം കൊണ്ട്, അതായത് 8% വർധനവ് മാത്രം. IT എക്സ്പോർട്ട് വരുമാനത്തിൽ ഉണ്ടായ വർധന ഉണ്ടായിട്ടുണ്ടെന്ന വാദം അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് കാരണം അന്താരാഷ്ട്ര വിപണിയിൽ രൂപയുടെ മൂല്യം ഡോളറിനെ അപേക്ഷിച്ച് കുറഞ്ഞതാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങളും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കയർ, കൈത്തറി, ഖാദി, മൺപാത്ര വ്യവസായം ഉൾപ്പെടെയുള്ളവയെല്ലാം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ്. കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങളെ സഹായിക്കാൻ യാതൊന്നും ചെയ്യാത്ത സർക്കാർ കേരളത്തിൽ വ്യവസായ വളർച്ച ഉണ്ടായി എന്ന നെറേറ്റീവ് ഉണ്ടാക്കുമ്പോൾ ഇതായിരുന്നു യാഥാർത്ഥ്യമെന്ന് എല്ലാവർക്കും ഉണ്ടാകണം. ശശി തരൂരിനല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരയിൽ സമരകാലത്തും ശശി തരൂർ കേരളിന് അനുകൂല നിലപാട് എടുത്തിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തെ നേരിൽ കണ്ട് കേരളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെ കേരയിൽ പ്രായോഗികമല്ലെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. വ്യാവസായിക വളർച്ച സംബന്ധിച്ച കണക്കുകളും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. പ്രതിപക്ഷം നെഗറ്റീവാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 3 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെന്ന് പറയുന്ന സർക്കാർ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മറുപടി പറഞ്ഞില്ലെങ്കിൽ കോവിഡ് കാലത്ത് കബളിപ്പിച്ചതുപോലെ ഇവർ വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കും. എല്ലാ ഡാറ്റകളും വെച്ചാണ് പ്രതിപക്ഷം ഇത് പറയുന്നത്. പണ്ട് വികസനം മുടക്കിയിരുന്നത് CPM ആണ്. വിദേശ സർവകലാശാല കൊണ്ടുവരുന്നതിന് പേരിൽ TP ശ്രീനിവാസന്റെ കരണത്തടിച്ച് നിലത്തിട്ടവരാണ് ഇപ്പോൾ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നപ്പോൾ 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലിരുന്ന വിഴിഞ്ഞത്തിന്റെ പേരിൽ മേനി നടിക്കുന്നതെന്ന് കൂടി സതീശൻ പരിഹസിച്ചു. കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി എന്നും അദ്ദേഹം ചോദിച്ചു. ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോൾ ഈ മന്ത്രിസഭയിലുണ്ടല്ലോ. എന്നിട്ടാണ് ഗ്യാസ് പൈപ്പ് ലൈൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നപ്പോൾ കേരളത്തെ 2ആയി കീറി മുറിക്കുമെന്ന് പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജും +2ഉം സ്മാർട്ട് സിറ്റിയും കൊണ്ടുവന്നപ്പോൾ ഇവർ എന്താണ് പറഞ്ഞത്? ഏറ്റവും അവസാനമായി സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോഴും എന്താണ് പറഞ്ഞത്? UDF കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളിൽ ചിലതൊക്കെ യാഥാർത്ഥ്യമായി. ഇപ്പോൾ അതിന്റെ പേരിൽ മേനി പറയുകയാണ്. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക മാറ്റത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികളെയെല്ലാം CPM എതിർത്തു. ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ട്രേഡ് യൂണിയൻ മേഖലയെ സമരം ചെയ്ത് നശിപ്പിച്ചത് CITU ആണ്. എന്നാൽ ആ നിലപാടല്ല ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കമ്പനികൾ നിലനിൽക്കണമെന്ന പുതിയ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു.
പെരിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുമെന്ന വാർത്ത ശരിയാണെങ്കിൽ കേരളത്തിലെ കൊടിയ ക്രിമിനലുകൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുകയാണ്. അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. പ്രതികൾ ജയിലിൽ പോയിട്ട് 1.5 മാസമായില്ല. TP കേസിലെ പ്രതികൾക്ക് 1071 ദിവസമാണ് പരോൾ നൽകിയത്. ജയിലിൽ കിടക്കുമ്പോൾ VVIP പരിഗണനയാണ്. പ്രതികളെ പേടിച്ചാണ് CPM നേതാക്കൾ നടക്കുന്നത്. ഗൂഢാലോചന കേസിൽ അകത്തു പോകുമോ എന്ന ഭയം നേതാക്കൾക്കുണ്ട്. അതിനുവേണ്ടിയാണ് പ്രതികൾക്ക് എല്ലാ സഹായവും നൽകുന്നത്. 2 ചെറുപ്പക്കാരെ കൊലപ്പെടുത്തിയവരെ ജയിലിന് മുന്നിൽ അഭിവാദ്യം ചെയ്ത CPM അന്തർദേശീയ തീവ്രവാദി സംഘടനയേക്കാൾ മോശമായി പെരുമാറുകയാണ്. പ്രതികൾക്ക് ജയിലിന് മുന്നിൽ ഇൻകുലാബ് വിളിക്കുന്ന വൃത്തികെട്ട പാർട്ടിയായി CPM മാറി. TP ശ്രീനിവാസനെ മുഖത്തടിച്ച് വീഴ്ത്തിയതിനെ ന്യായീകരിച്ച വിദ്യാർത്ഥി നേതാവിന് കുട പിടിച്ചു കൊടുക്കുന്ന പാർട്ടിയാണ് CPM. സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പാർട്ടി കൂട്ടുനിന്നതുകൊണ്ടാണ് കോട്ടയത്ത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന റാഗിംഗ് ഉണ്ടായത്. പത്തനംതിട്ടയിൽ SFI-കാരനെ കൊല്ലാൻ ശ്രമിച്ച കാപ്പ കേസ് പ്രതിയെ ആരോഗ്യമന്ത്രി മാലയിട്ടാണ് CPM-ലേക്ക് സ്വീകരിച്ചത്. അതേ ക്രിമിനലിനെ കഴിഞ്ഞയാഴ്ച കാപ്പ ചുമത്തി പോലീസ് നാടുകടത്തിയെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. നന്ദി.